Good morning, Good morning, Fasila ma'am. ma'am. Yeah, Start ചെയ്യല്ലേ? അതെ. Okay, good morning, all. Good morning, ma'am. Okay, thank you. മാമിന്റെ ഇത് ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെയാണോ? എല്ലാവർക്കും അങ്ങനെയാണോ? തലകീഴായാണോ നിക്കണേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതെ, അങ്ങനെയാ. അതെ, ചെരിഞ്ഞായിരിക്കും. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നിറഞ്ഞ ഒരു പുതിയൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് November 14 അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ശിശുദിനം. നമ്മൾ വീടുകളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശിശുദിനത്തില് നമ്മൾ കുട്ടികൾക്ക് വേണ്ട കുട്ടികളുടെ വാത്സല്യവും കുട്ടികളുടെ സ്നേഹത്തെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ ശിശുക്കളും വലിയൊരു പൗരന്മാരാകുമ്പോൾ അതിന്റെ പിന്നില് രണ്ട് ബാക്ക് ബോൺ ആണ് മെയിൻ ആയിട്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാളുകൾ ഫാദർ ആൻഡ് മദർ അല്ലെ? ഈ രണ്ട് ബാക്ക് ബോൺസും എന്താ പറയാ തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാണ്ട് കൂടുതൽ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രണ്ട് പേഴ്സൺസ് ആണ് ഫാദർ ആൻഡ് മദർ. അപ്പൊ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് കേസിൽ മോസ്റ്റ് ഓഫ് ദ കേസിലും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് മദർ തന്നെ ആയിരിക്കും. കാരണം പ്രഗ്നൻസി, പിന്നെ പ്രഗ്നൻസി ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇഷ്ടങ്ങളും നമ്മൾ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ഒരു പ്രഗ്നന്റ് ടൈമിൽ കുറെ സ്ട്രഗിൾ ചെയ്യാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫീഡിങ് ടൈം, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു മെറ്റേണിറ്റി ടൈം, കുട്ടികളെ ഒരു എന്താ പറയാ സ്കൂളിംഗ് വരെയുള്ള ഒരു ടൈമൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അത്രയും കെയർ ചെയ്യുന്നതും മിക്കതിലും മദേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മദേഴ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ ശിശുദിനത്തിൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അപ്പൊ നമുക്കൊക്കെ അറിയാം മദേഴ്സ് ഒരു വീട് അല്ലെ, ഒരു വീട്ടിലെ ഹീറോ എന്ന് പറയുന്നത്, റിയൽ ഹീറോ എന്ന് പറയുന്നത് മദേഴ്സ് തന്നെ ആയിരിക്കും. ആ മദേഴ്സ് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് അതോടുകൂടിയാണ് ആ വീടിനൊരു ജീവൻ വെക്കുക. അമ്മ എഴുന്നേൽക്കുന്നതോടു കൂടിയാണ് വീടിന് ജീവൻ വെക്കുന്നുണ്ടാവുക. അപ്പൊ അമ്മക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ശിശുദിനത്തിൽ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എത്ര ആളുകൾക്ക് നാളെ മോർണിംഗ് ഒന്ന് ആയി കിട്ടിയാൽ മതി എന്ന് ആലോചിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും? കാരണം എന്താ വെച്ചാല് മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അത്രയും റഷായിട്ട്, ഒരു മദറിന് അത്രയും റഷായിട്ടുള്ള ഒരു ടൈം ആയിരിക്കും ഒരു മോർണിംഗ് ടൈം എന്ന് പറയുന്നത്. ഒരു മോർണിംഗ് 6 to 10 o'clock എന്നൊക്കെ പറയുന്നത് ഒരു അമ്മ അത്രയും ഓടുന്ന, എത്രയോ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പിടിക്കുന്ന ഒരു സമയമായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈമായിരിക്കും ഒരു അമ്മയെ സംബന്ധിച്ച് ആ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്ക് ഫുഡ്, കുക്കിംഗ്, പിന്നെ കുക്കിംഗ് മാത്രമല്ല അവരുടെ ടൈമിന് എന്ത് ചെയ്യണം, സ്കൂളിങ്, പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം, പിന്നെ അവരുടെ സ്കൂൾ ടിഫിൻ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ വീട്ടിലെ മറ്റു മെമ്പേഴ്സ്, ഹസ്ബൻഡ് ആണെങ്കിലും മറ്റു മെമ്പേഴ്സിനൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് അവരുടെ കുക്കിങ്ങും ഫീഡിങ്ങും ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഓട്ടപ്പാച്ചിലിന്റെ ഒരു സമയമായിരിക്കും ഈ ഒരു 6 to 10 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഇവിടെ എന്താണ് ഭയങ്കര ബഹളവും. കാരണം അമ്മയ്ക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ളൊരു ടെൻഷൻ ആയിരിക്കും ആ സമയത്ത്. ഇതാവോ, കഴിയോ, ഒരാൾ എഴുന്നേൽക്കണം, കുട്ടികളെ എഴുന്നേൽപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണം, പിന്നെ സ്കൂൾ ബസ് വരുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അപ്പോ പക്ഷെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ അതൊക്കെ അവര് ചെയ്യേണ്ടതല്ലേ, എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും അതിനെ മൈൻഡ് ആക്കുന്നത്. പക്ഷെ അമ്മ കുറച്ചും കൂടെ റിലാക്സ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് കുട്ടികളിലോട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കാരണം അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ നന്നായിട്ട് ഷൗട്ട് ചെയ്യായിരിക്കും കുട്ടികളെ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനിരിക്കുമ്പോൾ കുറെ ടെൻഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ ഷൗട്ട് ചെയ്യും, കുട്ടികളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ബഹളം പിടിച്ചൊരു സമയമായിരിക്കും ഈ മോർണിംഗിൽ ഉണ്ടാവുക.
അപ്പൊ ഈ ഒരു ഷൗട്ടിങ്ങും ചീത്ത പറച്ചിലും പിന്നെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേൽക്കുക. അപ്പൊ ഇവർക്ക് കിട്ടുന്നത് ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ എന്തൊക്കെയോ സാധനമായിരിക്കും രാവിലെ തന്നെ ഇവരുടെ മൈൻഡിലോട്ട് ഇവർ കയറ്റുന്നത്. പക്ഷെ കുറച്ചും കൂടെ റിലാക്സ് ചെയ്തിട്ടാണ് ഒരു അമ്മ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടികളിലോട്ട് ആ ഒരു പോസിറ്റീവ് മൈൻഡ് കൊടുക്കാൻ പറ്റും. അപ്പൊ അമ്മ എത്രത്തോളം റിലാക്സ്ഡ് ആവുന്ന അത്രത്തോളം പോസിറ്റീവ് ഇൻസ്പിറേഷൻസ് കുട്ടികളിലോട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അമ്മയ്ക്ക് കുറച്ചും കൂടെ റിലാക്സ് ആവാൻ ആ ഒരു മോർണിംഗ് ടൈമിൽ അമ്മ കുറച്ചും കൂടെ റിലാക്സ് ആവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു കറക്റ്റ് പ്ലാനിങ് നമുക്ക് വേണം. ഇന്ന് നമ്മൾ നാളെ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇന്നലെ നമ്മുടെ കയ്യിൽ ഒരു കറക്റ്റ് ഒരു മൈൻഡിൽ നമ്മുടെ ഒരു പ്ലാനിങ് വേണം. ഇപ്പൊ ഫുഡിനൊക്കെ കാര്യത്തിലാണെങ്കിൽ നമുക്കൊരു വീക്കിലി ഒരു മെനു തന്നെ സെറ്റ് ചെയ്തേക്കാം. ഇപ്പൊ ചില വീട്ടിലൊക്കെ അറിയാം, ഒരു 2-3 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും മറ്റാൾക്ക് പറ്റൂല, മറ്റാൾക്ക് പറ്റുന്ന സംഭവം ഒരാൾക്ക് പറ്റില്ല. അപ്പൊ ഈ അമ്മ എന്ത് ചെയ്യും, തിരക്കി പിടിച്ച് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ടേബിളിലോ അല്ലെങ്കിൽ ടിഫിനിലോ സെറ്റ് ചെയ്ത് കുട്ടി പറയും, അല്ലെങ്കിൽ ആരെങ്കിലും ആണെങ്കിലും പറയും, ആ ഇതാണോ ഇപ്പോൾ ഇന്നുള്ളത് ഇത്. അപ്പൊ അമ്മയ്ക്ക് ഒന്നും കൂടെ ദേഷ്യം വരും. കാരണം അത്രയും കാര്യങ്ങൾക്കിടയിൽ ഇതൊക്കെ ശരിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡയലോഗ് കിട്ടുക. അപ്പൊ അമ്മക്ക് കുറച്ചും കൂടെ ദേഷ്യം വരും. പക്ഷെ നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്ന രീതിയിൽ വീക്കിലി കറക്റ്റ് ഒരു മെനു തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയലോഗ് ഒഴിവാക്കാം. അപ്പൊ നമ്മൾ നാളെ നമുക്ക് അത് ഉണ്ടാക്കാം, നിന്റെ ഫേവറേറ്റ് നാളെ ഉണ്ടാക്കാം, പക്ഷെ ഇന്ന് ഉണ്ടാക്കിയത് അല്പം കഴിക്കും എന്നുള്ള രീതിയിൽ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കറക്റ്റ് പ്ലാൻ, നാളെ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളത് രാത്രിയിലെ നമ്മുടെ കയ്യിൽ ഒരു കറക്റ്റ് പ്ലാൻ ഉണ്ടാവണം. അപ്പൊ ആ പ്ലാനോട് കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആവും. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് അറിയാം കറക്റ്റ് ടൈമിൽ നമ്മുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കറക്റ്റ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകും. നമുക്ക് മെയിനായിട്ട് തന്നെ ഇത് ഈ ഒരു സമയത്ത് എല്ലാം കംപ്ലീറ്റ് ആവോ എന്നുള്ളൊരു ബേജാറോടാണ് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മോർണിംഗ് നമ്മൾ ഓടുന്നുണ്ടാവുക. ആ ഒരു ടെൻഷൻ നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രീ ആക്കാൻ പറ്റും. പിന്നെ വെച്ചാൽ നമുക്ക് പിന്നെ നമ്മുടെ മോർണിംഗിലുള്ള ഒരു പരിപാടിയാണ് കുട്ടികളുടെ ടൈം ടേബിള്, അല്ലെ ബാഗ്, പിന്നെ ടിഫിൻ ബോക്സ് സെറ്റ് ചെയ്യുക, പിന്നെ അവരുടെ ഡ്രസ്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം തലേ ദിവസം രാത്രിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രാത്രിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ടൈം ടേബിളൊക്കെ രാത്രിയിൽ തന്നെ, ഇപ്പൊ കുറച്ച് ഏജുള്ള കുട്ടികളാണെങ്കിൽ അവരോട് തന്നെ സെറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ഓരോ ഏജിനനുസരിച്ചിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കുക. എല്ലാം നമ്മൾ തന്നെ ചെയ്യാമെന്നുള്ളത് നിന്ന് മാറ്റിയിട്ട് കുറച്ച് നമുക്ക് ഫ്രീഡം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്താൽ ശരിയാൻ പറ്റുന്ന നമുക്ക് വിശ്വാസമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ രാത്രിയിൽ തന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉടനെ നാളത്തേക്കുള്ള ടൈം ടേബിൾ അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഡ്രസ്സ് അതൊക്കെ നമ്മൾ ചെറുതിലേ അവരെ ശീലിപ്പിക്കുക. കാരണം വെച്ചാൽ രാവിലെ പോകാൻ നേരത്തെ നമ്മൾ ഈ യൂണിഫോം തിരയും. അപ്പൊ യൂണിഫോം കറക്റ്റ് പ്ലേസിൽ കാണുന്നുണ്ടാവില്ല. അപ്പൊ ഒക്കെ കൂടെ ഒരു ഓട്ടപ്പാച്ചിൽ അവിടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് രാത്രിയിൽ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സമാധാനത്തിൽ തിരയാനുള്ള സമയവും ഉണ്ടാകും. അപ്പൊ രാത്രിയിൽ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാത്രി നമുക്ക് ഇപ്പോൾ ഡ്രസ്സ് എടുത്ത് വെക്കാം, ബാഗ് സെറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രിയിൽ ക്ലിയർ ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ വേണ്ട വെച്ചാല് നമ്മുടെ ജോലിയിലൊക്കെ കുറച്ച് നമ്മൾ കുട്ടികളെയും കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ എല്ലാം ഈ ഒരൊറ്റ വ്യക്തി തന്നെ ഓടുന്നതിന് പകരം മറ്റുള്ളവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഒരുപാട് ഹെൽപ്പൊന്നും നമുക്ക് വേണ്ടി വരില്ല. നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്നുള്ളൊരു സമാധാനം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും. കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുട്ടികളൊക്കെ കുറച്ച് ഓരോ ഏജിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ നമ്മുടെ കാര്യങ്ങളിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവർ തന്നെ എടുത്തു വെക്കാം. പിന്നെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഏജ്, ഇപ്പൊ ഒരു 6 to 10 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ബാഗ്, അവരുടെ പിന്നെ സ്റ്റഡി ടേബിൾ, ഇതൊക്കെ അവരോട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാൻ പറയാം. അവരുടെ യൂണിഫോംസ് ഒക്കെ നൈറ്റിൽ തന്നെ ഒക്കെ റെഡിയാക്കി വെക്കാൻ പറയാം. പിന്നെ ടിഫിൻ ബോക്സ് ഒക്കെ ടിഫിൻ ബോക്സിലോട്ട് ഫുഡൊക്കെ എന്ത് ചെയ്യുക, അവരോട് ചെറിയ ഇപ്പം ബ്രഞ്ചും ലഞ്ചും ഒക്കെ കൊണ്ടുപോകണമല്ലോ. ഇന്നിപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 11 o'clock കുട്ടികൾ ബ്രഞ്ച് കഴിക്കും, അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കണം. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ കുട്ടികളെയും കൂടെ നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കാരണം കുട്ടികൾക്ക് നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നു അത്രത്തോളം അവരും കോൺഫിഡന്റ് ആയിരിക്കും. ഇനി കുറച്ചും കൂടെ ഹയർ ലെവലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക,
ഇപ്പോൾ 11 to 15 ഇയേഴ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഇപ്പം സ്ലൈസ് ചെയ്യാനോ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെ നമ്മൾ കൂട്ടുക, ആഡ് ചെയ്യുക. പിന്നെ ഇപ്പോൾ വെജിറ്റബിൾസ് കൊണ്ടുവരാനോ പിന്നെ ചെറിയ രീതിയിൽ വീടൊക്കെ സെറ്റ് ചെയ്യാൻ അലങ്കോലായി കിടക്കുന്നതൊക്കെ സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ അവർ കിടന്ന ഉറങ്ങിയ സ്പേസ് ഉണ്ടാവുമല്ലോ ബെഡൊക്കെ, അവരോട് തന്നെ വിരിച്ചിടാൻ പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെയും കൂടെ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. ഇതെല്ലാം അല്ലാന്ന് വെച്ചാൽ എല്ലാം അമ്മ ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ വെറും ഒരു സ്പൂൺ ഫീഡിങ് ചിൽഡ്രൻസ് ആയിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേറെ ഒരു ചിന്താഗതികളും ഇല്ല. വേറെ രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുക, ആ ഭക്ഷണം ചില സ്ഥലത്തൊക്കെ ഞാൻ കാണാറുണ്ട് മക്കൾക്ക് ആ സമയത്ത് എത്ര വലിയ കുട്ടികളാണെങ്കിലും വണ്ടിയൊക്കെ വരാൻ നേരത്ത്, സ്കൂൾ ബസ്സൊക്കെ വരാൻ നേരത്ത് അമ്മമാര് വാരി കൊടുക്കുന്ന പതിവുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നിർത്തുക. ഇത് കഴിച്ചിട്ട് അവരെന്നെ പോകണം എന്ന് അവർക്ക് അതിനുള്ള സമയം കണ്ടെത്തിയിട്ട് അവരെ എഴുന്നേൽക്കാനുള്ള നമ്മൾ നോക്കുക. പിന്നെ ഓരോ ഏജിനനുസരിച്ചിട്ട് കുട്ടികളെ നമ്മൾ നേരത്തെ എഴുന്നേൽപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കും കുറച്ചും കൂടെ റിലാക്സ് ആകും. നമ്മളെ പിന്നെ റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കുറയുകയും ചെയ്യും. അവർ കൂടുതൽ റെസ്പോൺസിബിൾ ആകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പം വലിയ കുട്ടികളെ ഇപ്പൊ യങ്ങർ ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടാകും. ചിലർക്ക് ഇപ്പം വലിയ കുട്ടികൾ കുറച്ചും കൂടെ ഏജ് ഉള്ളവരാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചെറിയ കുട്ടികളെ ഒരുക്കുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു സിസ്റ്റർ ബ്രദർ അല്ലെങ്കിൽ യങ്ങർ ആൻഡ് എൽഡർ ബ്രദേഴ്സിന്റെ ഇടയിൽ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം ഇവര് കുളിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളെ കുളിപ്പിക്കാൻ കൊടുക്കുക. പിന്നെ അവരുടെ ഡ്രസ്സിങ് ഒക്കെ ചെറിയ രീതിയിൽ വലിയ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഈ വലിയ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക. ചെറിയ കുട്ടികളെ കെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ അവരിലും ഒരു കെയറിങ് മെന്റാലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യും അതിലൂടെ. അതെങ്ങനെയായാലും അവർക്കൊരു പോസിറ്റീവ് സ്കിൽ അതിലൂടെ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഒരിക്കലും അത് അവർക്കൊരു മോശമായിട്ടോ അല്ലെങ്കിൽ അവരുടെ സമയം നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരൊരിക്കലും അതെന്ത് ചെയ്യുക, നെഗറ്റീവായിട്ട് ഒരിക്കലും അത് ബാധിക്കുന്നില്ല. അപ്പൊ ചെറിയ രീതിയിൽ അവർക്ക് നമ്മൾ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ഇവർക്കിടയിലുള്ള ഒരു ബോണ്ടിങ്ങും അവിടെ ഉണ്ടാവുന്നത്. പിന്നെ എന്താ പറയാ, അപ്പൊ ഇത്തരം രീതിയിൽ നമ്മൾ കുറെ കുട്ടികൾക്ക് കുറച്ചും കൂടെ കുട്ടികളോട് നമ്മൾ കൊടുക്കുമ്പോൾ ഈ അമ്മമാര് കുറച്ച് റിലാക്സ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം കാമാവുന്നു അത്രത്തോളം നമുക്ക് കാമായിട്ട് നമ്മുടെ കുട്ടികളിലും നമ്മുടെ വീടുകളിലും ഇടപെടാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം എപ്പോഴും നമ്മൾ അമ്മമാരെ പുകഴ്ത്തിയിട്ടുള്ള കുറേ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിലൊക്കെ എന്താണ്, അപ്പൊ ഇതിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴും വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗമതോർത്തോളി. അപ്പൊ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മ അത്രയും കുറേ ത്യാഗങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സഹിച്ചിട്ടുണ്ട്. പ്രഗ്നൻസിയിലും ഫീഡിങ്ങിലും ഒക്കെ കുറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിനോടൊപ്പം പിന്നെ ഇവര് ഇത്രയും വലിയ കുട്ടികളായിട്ടും ഈ ഉമ്മക്ക് തന്നെ വീണ്ടും ത്യാഗം കൊടുത്തിട്ട് നമ്മള് സ്വർഗം അല്ലെ. അപ്പൊ ചില കുട്ടികൾ എന്താ പറയാറ്, ഉമ്മാന്റെ കാലിന്റെ അടിയിലല്ലേ സ്വർഗം ഉള്ളത്, അതുകൊണ്ട് ഉമ്മ ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ടൈപ്പിൽ സംസാരിക്കും. പക്ഷെ ഒരുപാട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് നമ്മളുടെ മക്കളോട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അവരും കൂടെ കൂടുതൽ എന്താ പറ്റും, റിലാക്സ് ആവുന്നുള്ളൂ. പിന്നെന്ന് വെച്ചാല് മോർണിംഗിൽ ആദ്യം ഒരു അമ്മ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയോ എക്സസൈസോ അങ്ങനെ നമ്മളെ ഉള്ളിലോട്ട് ഒരു പോസിറ്റീവ് ഇൻസ്പിറേഷൻ കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് അവർ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് മതി മറ്റ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ തന്നെ നമ്മളെ കുറിച്ചൊരു അവയർനെസ്, നമ്മുടെ മൈൻഡിന് ഒരു പീസ്ഫുൾനെസ് നമുക്ക് അതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു പോസിറ്റീവ്, അപ്പൊ ഒരു ഹാഫ് അവർ അതിനുള്ള സമയം നമ്മൾ കണക്കാക്കിയിട്ട് രാവിലെ എഴുന്നേൽക്കുക. നമുക്ക് എല്ലാവരും പറയും രാവിലെ എവിടെയാ ഇതിനൊക്കെ സമയം, കുട്ടികളെ വിളിക്കണ്ടേ, അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസുകൾ നമ്മൾ പറയും. പക്ഷെ എന്നാലും ഒരു ഹാഫ് അവർ യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മോർണിംഗിൽ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോഴേ നമ്മളെ മൈൻഡ് ഒരു പീസ്ഫുൾ ആവുന്നുള്ളൂ, കുറച്ചും കൂടെ കാം ആവുന്നുള്ളൂ. ആ ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് നമ്മുടെ കുട്ടികളിലോട്ട് പകർന്നു കൊടുക്കാൻ പറ്റും. ആദ്യം ഏറ്റവും ഒരു അമ്മ ആദ്യം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ കുട്ടികളിലും ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ
നമ്മൾ എപ്പോഴും കാമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടിപ്സ് മോർണിംഗിൽ നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ അതിനൊരു ഹാഫ് അവർ നേരത്തെ നമ്മൾ എഴുന്നേൽക്കണമെങ്കിൽ അങ്ങനെ നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മളൊരു ഹാബിറ്റായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ മോർണിംഗിൽ നമ്മൾ കാമായി ആ ഒരു മോർണിംഗ് ടൈമിൽ നമ്മൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹാഫ് അവർ അത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ. അത് നമ്മൾക്ക് മാത്രമല്ല, നമ്മളെ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിനും നമ്മളിൽ നിന്നും കിട്ടുന്ന ഒരു വലിയൊരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും അത്. അപ്പോൾ അമ്മ എത്രത്തോളം കാമാവുന്നു അത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മുടെ കുട്ടികളിലോട്ട് അത് കൊടുക്കാൻ പറ്റും. ആ ഒരു മോർണിംഗിൽ നമ്മൾ എന്താണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ്, അപ്പോൾ ആ ഒരു മെസ്സേജ് ആയിരിക്കും ആ കുട്ടിയുടെ ഒരു ഫുൾ ഡേ അവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ അതൊരു കുട്ടിയുടെ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്കൂൾ ഡേയിലാണെങ്കിലും മറ്റ് ഏത് ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇടപെടുകയാണെങ്കിലും ഒക്കെ അവരെന്തായിരിക്കും കംപ്ലീറ്റ് ഒരു കാമായിട്ടും ആ മറ്റ് പഠിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ അവർക്ക് അതൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കുറ്റപ്പെടുത്തി നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞ് ഒരു ദിവസം എഴുന്നേൽക്കൂല, ഞാൻ വിളിക്കാതെ ആരും എഴുന്നേൽക്കൂല, അങ്ങനെ പറഞ്ഞിട്ട് കുട്ടികളെ നേരം വൈകിട്ടാണ് അങ്ങനെ പറയുമ്പോൾ എന്താണ് കുട്ടികൾ ഈ നെഗറ്റീവ്സ് എല്ലാം കൂടി ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അവരുടെ മൈൻഡ് കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവർ ഫ്രണ്ട്സിന്റെ ഇടയിൽ ചിലപ്പം പ്രശ്നക്കാരാകും, ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പം തിരിച്ചു പറയുന്നവരാകും. അങ്ങനെ കാരണം അവർക്ക് ഈ ഒരു രാവിലെ കിട്ടിയ ഡിസ്റ്റർബൻസ് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവരെന്ത് ചെയ്യും, യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ അവരെ പോസിറ്റീവായിട്ടാണ് വിടുന്നതെന്നുണ്ടെങ്കിലോ അതിൽ വളരെ കാമായിട്ടായിരിക്കും എല്ലാ പ്ലേസിലും ഉണ്ടാവുക. അവരുടെ പഠനത്തിലും മറ്റെല്ലാ പിന്നെ എന്ത് ആക്ടിവിറ്റിയിലാണെങ്കിലും അവർക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അപ്പൊ എത്ര ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ ഒരിക്കലും ഇതൊന്നും ഒരു കുട്ടികളുടെ ഇഷ്ടക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത് മടുത്തോണ്ടോ ഒന്നുമല്ല. പക്ഷെ വീണ്ടും അവരുടെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് കുട്ടികൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നത്. എങ്കിലും ഇത്തരം കാര്യങ്ങളെന്ന് അവരുടെ ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും അവരുടെ മൈൻഡിൽ നിന്ന് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കാമാക്കണമെങ്കിൽ ഈ അമ്മ കൂടുതൽ കാമായിട്ട് മാറാന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് അമ്മയുടെ ആ ഒരു ലവ്, ആ ഒരു കെയറിങ് അത് കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അവർക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നതെന്ന് കൂടുതൽ കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, കുട്ടികൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അതിന്റെ കൂടെ നമ്മൾ കുറെ കുറ്റപ്പെടുത്തലുകൾ കാട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നമ്മളെ മനസ്സിലാക്കാനും പറ്റൂല, അവർക്ക് അതിലൂടെ പ്രത്യേകിച്ച് ബെനിഫിറ്റും കിട്ടില്ല. അപ്പൊ എന്താ പറയാ, നമ്മൾ അറിഞ്ഞ് അവർക്ക് സ്നേഹിച്ച് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് കാമാവേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോർണിംഗ് ഒരു ഹാഫ് അവർ. അപ്പൊ നമ്മുടെ കൂടെയുള്ള ഓരോരുത്തർക്കും ഈ ഒരു ഹാഫ് അവർ എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെയുള്ള ആളുകൾ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വർക്കിംഗ് പ്ലേസിലും അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെ കോപ്പറേറ്റ് ചെയ്യുന്ന കുറെ ആളുകളുണ്ടാവും. അപ്പൊ അവർക്കും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു ഹാഫ് അവർ നമ്മൾ നമുക്ക് വേണ്ടി ആദ്യം സ്പെൻഡ് ചെയ്യുക. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് മാത്രം നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിലോട്ട് കടന്നു വരാം. പിന്നെ എന്താ വെച്ചാൽ ആദ്യം നമ്മൾക്കൊരു കോൺഫിഡൻസ് വേണം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതെല്ലാം കഴിയുന്നു. ഇപ്പൊ ഒരു വർക്കിംഗ് പാരന്റ് ആണെങ്കിൽ ഒന്നുകൂടെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാരണം ആ ഒരു 9 o'clock മുൻപായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവിടെ ക്ലോസ് ചെയ്യണം. മറ്റുള്ള പാരന്റ്സ് മദേഴ്സ് ആണെങ്കിൽ കുറച്ച് കാര്യം എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വർക്കിംഗ് പാരന്റ്സ് ആണെങ്കിൽ ഒന്നും കൂടെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു കോൺഫിഡന്റ് മൈൻഡ് അവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഈ ഒരു സമയത്തിനുള്ളിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമ്മൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു മദർ, ഒരു മോർണിംഗ് മദർ എപ്പോഴും ഒരു ടെൻഷൻ ആയിരിക്കും. ആ ഒരു മൈൻഡിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ കാമായിട്ടുള്ളൊരു മോർണിംഗ് മദറായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ടിപ്സ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാമായിരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ നൈറ്റിൽ തന്നെ സെറ്റ് ചെയ്യുക. രാത്രിയിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നൈറ്റിൽ തന്നെ മാറ്റി വെക്കുക. പിന്നെ ഒരു കറക്റ്റ് പ്ലാൻ നമുക്ക് വേണം. ഒരു വീക്കിലി മെനു ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ അതിന് മാത്രമല്ല, പിന്നെ നമ്മളെ കുട്ടികളിലോട്ട് നമ്മൾ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രാവിലെ ഓട്ടം, ഒരു മാരത്തൺ ഓട്ടം നടത്തുന്ന ഒരു മോർണിംഗ് മദറിൽ നിന്നും മാറിയിട്ട്
കുറച്ചും കൂടെ കാമായിട്ടുള്ളൊരു മോർണിംഗ് മദറായിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കും ഉമ്മ അല്ലേ ഒരു പെർഫെക്റ്റ് മദർ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അവർക്ക് മനസ്സിലാവില്ല, കാരണം നമ്മൾ അവരെപ്പോഴും കുറ്റപ്പെടുത്തുക. അപ്പൊ അവർ പറയും ഈ അമ്മനെ കൊണ്ട് ഭയങ്കര ഒരു ശല്യമായിട്ട് അവർക്ക് തോന്നുക, കാരണം ഭയങ്കര സൗണ്ട് രാവിലെ. നമ്മളെന്താണ് ഇതിൽ നമ്മൾ ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കാമായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് അവരുടെ കൂടുതൽ സ്നേഹം കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്നേഹത്തെ അവർക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ അമ്മമാരും ഇനി അങ്ങോട്ട് ഒരു കാം മദർ, ഒരു മോർണിംഗിൽ ഒരു കാമായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന അമ്മമാരായി മാറട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു ഡിയേഴ്സ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അവരുടേതായ, കാരണം നിങ്ങൾക്കും ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതൽ എല്ലാവർക്കും അത് ഇൻസ്പയർഡ് ആയിരിക്കും. അപ്പം ഓരോ ഗുഡ് മോർണിംഗിന്റെ പിന്നിലും ഒരു ഗ്രേറ്റ് മദർ തന്നെയാണ് അല്ലെ. നമ്മുടെ മോർണിംഗ് എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നു അതില് മിക്ക കുട്ടികളും പറയും നമ്മൾക്ക് അലാറം നമ്മുടെ അമ്മയാണ്. അപ്പൊ എത്രത്തോളം ഒരു അമ്മ കാമായിട്ടാണ് നിൽക്കുന്നത് അതാണ് ആ ഒരു കുട്ടിയുടെ മോർണിംഗ് അത്ര പെർഫെക്റ്റ് ആക്കുന്നതും. സോ ഗ്രേറ്റ് മോർണിംഗ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാ, ഒരു ഗുഡ് മദർ അവിടെ, ഒരു ഗുഡ് മദർഹുഡ് അവിടെ കൊടുക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇനി അങ്ങോട്ട് നല്ലൊരു അമ്മയാകാം, അതേപോലെ നമ്മുടെ കുടുംബത്തിനും നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് കൊടുക്കാം. ഓക്കെ, യെസ്. മാം, യാ, എന്തായാലും പാട്ട് ഒരു വരി പാടിയല്ലോ, അപ്പൊ ഒരു 4 വരി പാടായിരുന്നില്ലേ? പാടിക്കോ. ഒരു കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് പാടിണ്ടായിരുന്നു. ഇപ്പൊ ട്രെയിനിങ് ഫീൽഡിലോട്ട് വന്നപ്പോഴാണ് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വീണ്ടും തിരിച്ചു കിട്ടിയത്. അപ്പൊ എന്തായാലും പാടരുത് 4 വരി. നല്ല രസമുണ്ടായിരുന്നു, പഠിക്കോ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർഗമതോർത്തോളി, അധിപതിയാം മുത്ത് മുഹമ്മദ് പോരിശയുള്ളിൽ ഉറച്ചോളി, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, 1000 പെറ്റുമ്മ വന്നാൽ സ്വന്തം പോറ്റുമ്മയായിടുമോ, സ്വന്തം പോറ്റുമ്മയായിടുമോ, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർഗമതോർത്തോളി. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോഴേ ഈ ഒരു ഡയലോഗാണ് എല്ലാരും പിടിക്കുക, കാരണം ഉമ്മാന്റെ കാലിന്റെ അടിയിൽ സ്വർഗല്ലേ, അപ്പൊ ഉമ്മ തന്നെ ചെയ്യട്ടെ. ഇപ്പൊ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഒക്കെ പറയാ അത് എനക്ക് പറഞ്ഞതാണ്, അപ്പൊ മക്കളും അങ്ങനെയൊക്കെ പറയും ആ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ, അപ്പൊ അത് വെച്ചാൽ അത്രയും ത്യാഗം അവർക്കുള്ളതാണെന്നാണ് ഇവര് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഉമ്മ ഒരുപാട് സഹിച്ചിട്ടാണ് നമ്മൾ ഈ ലോകം കണ്ടതെന്ന സത്യം നമ്മൾ ആദ്യം അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതാണ് ഞാൻ ആ ഒരു വരി മാത്രം അവിടെ പറയാൻ കാരണം. പിന്നെന്താ, ആരും ഒന്നും പറയാനില്ലല്ലോ? ആരും പുതിയ എക്സ്പീരിയൻസുകളൊന്നും ആർക്കും ഇല്ലേ ഇങ്ങനെയുള്ള? ഞങ്ങള് പറയാത്തത് എക്സ്പീരിയൻസ് ഉള്ള അമ്മമാരവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആയിക്കോട്ടെ, എനിവേ നിങ്ങൾക്ക് നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാം 1 by 1 ആയിട്ട് എല്ലാ പോയിന്റുകളും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അടിപൊളി ക്ലാസ്. എല്ലാ അമ്മമാരും ഒന്ന് ഉണർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഉണ്ടാത്തത്. പിന്നെ പാട്ട് പൊളിച്ചിട്ടാ. എല്ലാവരും മുങ്ങിയോ? ഇനിയും കുറെ ആളുകളുണ്ടല്ലോ. എന്തായാലും അമ്മമാരെ പൊക്കി പറഞ്ഞപ്പോ എല്ലാവരും ഉറങ്ങി തോന്നണ്. ഞാൻ എന്റെ മോന്റെ അടുത്ത് പരീക്ഷിച്ചൊരു കാര്യം പറയാം.
അതിനെ സ്കൂളിൽ ചേർത്തപ്പോ ഫസ്റ്റിൽ LKG ചേർക്കുമ്പോ 7:30 വണ്ടി വരും. അപ്പൊ ഒരു 6:30 അവന് എണീക്കണം, 6:15 അപ്പൊ ആ സമയത്ത് ചെന്ന് വിളിച്ചാൽ എണീക്കൂല, ഭയങ്കര കരച്ചിലൊക്കെ ആവും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പ്രയാസമൊക്കെ ആയിരുന്നു വീട്ടില്. അപ്പൊ ഞാനതൊന്ന് മാറ്റി പിടിച്ചു. ഞാനൊരു 6:15 അവന് ചെന്നിട്ട് ഒന്നുകൊണ്ട് ഉണർത്തും, ആ ഉറക്കുന്നൊന്നും തട്ടി ഉണർത്തും. എന്നിട്ട് പറയും ഒരു 15 മിനിറ്റ് കൂടി ഉണ്ട്, പിന്നെ എണീക്കണം കേട്ടോ എന്ന് പറയും. അപ്പൊ ഓക്കെ എന്നും പറഞ്ഞ് ഒന്ന് ഉണർന്നിട്ട് പിന്നെ ഉറങ്ങണത് ഭയങ്കര സുഖമാണ് അവന്. വിളിച്ചിട്ട് എണീക്കാതെ വീണ്ടും ഉറങ്ങണത്. അപ്പൊ ഞാൻ നേരത്തെ ഒരു 15 മിനിറ്റ് മുന്നേ വിളിക്കും. എന്നിട്ട് അപ്പൊ അതിന് മുന്നേ എന്റെ ജോലിയൊക്കെ തീർക്കും. എന്നിട്ട് ഞാനൊരു 6:30 പോയിട്ട് അവന്റെ കൂടെ ഒന്ന് കിടക്കും. അവന്റെ പുതപ്പിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കിടന്നിട്ട് അവനൊന്ന് വിളിച്ചുണർത്തിയിട്ട് അവനിഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. മിസ്സിനെ കുറിച്ചിട്ടും ഇഷ്ടമുള്ള മിഠായിയെ കുറിച്ചും എന്താ ഫുഡ് വേണ്ടതെന്നൊക്കെ അങ്ങനെ ചോദിക്കും. അപ്പൊ അവർക്കൊന്ന് വിട്ടാവും നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ പിന്നെ പതുക്കെ ഇങ്ങനെ വിളിച്ചെണീപ്പിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി പല്ലേൽപ്പിക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ കരച്ചിലും ബഹളമൊന്നും ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ രാവിലെ എണീക്കടാന്നും പറഞ്ഞ് പുതപ്പും വലിച്ചിട്ട് എണീറ്റ അവർ എണീക്കൂല, കരച്ചിലാവും, ബാത്റൂമിൽ വലിച്ചിട്ട് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടാവും. പിന്നെ അവർക്ക് സ്കൂളിൽ പോവാനും അങ്ങനെ പിന്നെ ചോദിച്ചു തുടങ്ങി അങ്ങനെ പറയല്ലോ, സ്കൂളിലെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ അങ്ങനെ ചോദിച്ചാൽ പിന്നെ അങ്ങനെ പറഞ്ഞോളൂ. ആ ശീലം ഇപ്പൊ അവൻ 7ാം ക്ലാസ്സിലായി. ഇപ്പോഴും ഞാനൊരു 6:15 അവനെ ഒന്ന് വിളിക്കും. പിന്നെ ഒരു 6:30 ചെന്ന് അവന്റെ പുറത്തു കൂടിയൊക്കെ ഇങ്ങനെ തടവി മാന്തിയിട്ടും അവനെ ഒന്നാണ്ട് രസിപ്പിച്ചിട്ടാണ്ട് എണീപ്പിക്കും. അപ്പൊ സുഖമായിട്ട് എണീറ്റ് വന്നോളും. അതെല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യം, വിജയിക്കും. താങ്ക് യു മാം. അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ശരിയാണ്, സത്യം. രാവിലെ നമ്മൾ പോയിട്ട് നമ്മളുടെ ടെൻഷനിലാണല്ലോ ഇവരെ എഴുന്നേൽപ്പിക്കുക. അത് കേൾക്കുമ്പോ തന്നെ ഇവർക്ക് എഴുന്നേൽക്കാനുള്ള എല്ലാ മൂടോടെ പോകും. അപ്പൊ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഒതുക്കി വെച്ചിട്ടാണ്, അപ്പൊ നമ്മളെ ടെൻഷൻ കുറച്ച് കുറയും. അത് കഴിഞ്ഞിട്ടാണ് ഇവരെ നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോൾ നമ്മളും കുറച്ചും കൂടെ കാമാവും. അപ്പൊ ഇവർക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. പിന്നെ ആ ഒരു സ്റ്റാർട്ടിങ് അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. അത് നമുക്കാണെങ്കിലും ഉണ്ടല്ലോ, ഉറക്കുന്ന ആ ഫസ്റ്റ് അലാറം അടിക്കുമ്പോ പിന്നെ ഒന്ന് ഉറങ്ങാനൊരാഗ്രഹം. ആ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ പിന്നെ അവര്, അപ്പൊ അതൊന്ന് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി നമ്മള്. പക്ഷെ ചില സമയത്ത് നമ്മള് അവിടെ നമ്മളെല്ലാം കൊളാക്കും, പിന്നെ ബാക്കി മൊത്തം കൊളാവും. അതാണ് സത്യം പറഞ്ഞാൽ എല്ലാ ബഹളത്തിനെയും കാരണം എന്ന് പറയുന്നത്. ഗുഡ് മോർണിംഗ്. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു സോറി സജില മാം ഓക്കെ. നമ്മള് ഭയങ്കര തിരക്കിൽ ഇങ്ങനെ വിളിക്കുമ്പോ നമുക്കായാലും കുട്ടികൾക്കായാലും അതേ സെയിം ഫീൽ ആയിരിക്കും അല്ലെ. നമ്മള് ഭയങ്കര തിരക്കോട് കൂടി ഇങ്ങനെ ഇതാക്കുമ്പോ നമുക്കും എന്തൊക്കെയോ കാര്യങ്ങളുള്ള പോലെ, അതുപോലെ അവരെ വിളിക്കുമ്പോ അവർക്കും ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടൂല. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ചായ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ അവരെ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ, കൂളായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം ഈ പറഞ്ഞ പോലെ ഒന്ന് ഉണർത്തി വരാനായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നല്ല രീതിക്ക് തന്നെ വരും. അപ്പൊ ഞാനും ചെയ്യാറ് അങ്ങനെ തന്നെയാണ്. ആ ഒരു ടൈമിൽ അവരെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു അത്രയും ഫ്രഷ്നെസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വിളിക്കുമ്പോ ഇതുണ്ടാവും. അതുപോലെ തന്നെ നമ്മ ആ തിരക്ക് ചില ദിവസങ്ങളിൽ ഇതുപോലെ തിരക്കോട് കൂടി വിളിക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും, അവരുടെ ഇതിലും അത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. മാം പറഞ്ഞപ്പോ ഓരോന്നും ഇങ്ങനെ ഓർക്കായിരുന്നു. താങ്ക് യു മാം, നല്ല സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു ശരില മാം. ചന്ദ്രമാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിങ് ഈസ്, മാം പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്. ഒരു ചൈൽഡും പേരൻസ് തമ്മിൽ ഒരു ബോണ്ടിങ്, എസ്പെഷ്യലി മദർ ശരിക്കും ഒരു എക്സാമ്പിൾ, ഫാദർ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ആയിരിക്കണം. ബട്ട് മാം പറഞ്ഞ മാതിരി സംടൈംസ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ബിക്കോസ് വർക്കിംഗ് മദേഴ്സിന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചിലപ്പോൾ ഡിഫിക്കൾട്ട് ആയിരിക്കും. പിന്നെ ജോയിന്റ് ഫാമിലി, ഇൻലോസ് ഒക്കെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. ബിക്കോസ് ഗ്രാൻഡ് പേരൻസിന്റെ ബോണ്ടിങ്ങും പേരൻസ് ബോണ്ടിങ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ എനിക്ക് ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ, ഞാൻ എണിപ്പിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് പറയും ഉറങ്ങട്ടെ, കുറച്ചുകൂടെ ഇറങ്ങട്ടെ, ആ രീതിയിൽ വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് സാധിച്ചു എന്ന് വരില്ല. ആൻഡ് ദെൻ നമ്മുടെ ഹെക്ടിക് ലൈഫ് ഷെഡ്യൂൾ വരുമ്പോഴും
ഈ പെർഫെക്ഷൻ അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ട് ആണ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ബട്ട് സ്റ്റിൽ മാം പറയണത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അലർട്ടായിരിക്കും. എനിക്ക് എന്തായാലും 2 മക്കളും ഇത് നെക്സ്റ്റ് എൻ്റെ കുട്ടികളൊക്കെ മാരേജ് ഏജ് ആയി കഴിഞ്ഞു. സോ ഗ്രാൻഡ് ചിൽഡ്രൻ ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ടും നമ്മൾ ഈ പേരൻസിന്റെ ഇടയിൽ ഇന്റർഫിയർ ചെയ്യാതെ പേരൻസിന് ഫുൾ ഫ്രീഡം കൊടുത്ത് ആ പേരൻസ് അവരുടെ മക്കൾക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾക്ക് ആ ഒരു ഫ്രീഡം കൊടുത്ത് അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ആൻഡ് ആസ് ഗ്രാൻഡ് പേരൻസ് ഓൾസോ വി ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. സോ വെരി നൈസ് ഇൻഫോർമേഷൻ, ബട്ട് ഡിഫിക്കൽട്ട് ഇംപ്ലിമെന്റ് എന്നുള്ളത് ഒരു റിയാലിറ്റി ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ബട്ട് വെരി നൈസ് ഇൻഫോർമേഷൻ. താങ്ക് യു. യങ്സ്റ്റേഴ്സ്ക്ക് അത് ഫോളോ ചെയ്യാനും പോസിബിൾ, ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇൻ ജോയിന്റ് ഫാമിലീസ് എന്നുള്ളത് റിയാലിറ്റി ആണ്. ദെൻ ഈ ഗെറ്റിംഗ് എണിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എപ്പോഴും പറയും അത് അമ്മ തൊള്ളയിടാൻ തുടങ്ങി, ആ രീതിയിലാണ് പറയാ. ഞാൻ അവർ എണിക്കുന്നവരെ ഇങ്ങനെ എനിക്ക് അവിടെ പോയിട്ട് അവരെ എണിപ്പിക്കാൻ, ഇപ്പൊ മാം പറഞ്ഞ മാതിരി അവരെ വോട്ട് ടു സേ പാമ്പർ ചെയ്തിട്ടോ അങ്ങനെ ചെയ്യാനുള്ള സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല. അപ്പൊ കിച്ചണിലിരുന്നായിരിക്കും തൊള്ളയിടുന്നത് എണിക്കുന്ന. അപ്പോ അവസാനമായിരിക്കും മക്കള് ആ ഒരു എണിക്കുന്ന സമയമാകുമ്പോ അമ്മ ഒന്ന് നിർത്തുവോ എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. സോ എനിവേ വെരി നൈസ് ക്ലാസ് മാം. താങ്ക് യു വെരി മച്ച്. അത് ചന്ദ്ര മാം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് എന്ത് ചെയ്യും, അവർക്ക് കുറച്ചും കൂടെ ഓവർ കെയറിങ് ആണ് അല്ലെ. അങ്ങനെയുള്ള എല്ലാ കേസിലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അത്. മിക്ക ആളുകളും ഗ്രാൻഡ് പാരന്റ്സിന്റെ ഓവർ ഇൻഫ്ലുവൻസ് ചിലയിടത്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയം ഉണ്ടാവുമല്ലോ, അപ്പൊ ആ സമയത്ത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ചെറിയ ഇങ്ങനെ നേരത്തെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പം ഇവിടെ എൻ്റെ മക്കളൊക്കെ ആണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് കുറച്ച് നേരത്തെ എഴുന്നേൽപ്പിച്ചു. ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പിന്നെ ഒരു ടൈം കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഓരോ സമയത്തും 15 മിനിറ്റ് കുളിക്കാൻ, 15 മിനിറ്റ് ഫുഡ് കഴിക്കാൻ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഒരു 1 അവർ മുൻപ് ഞാൻ എഴുന്നേൽപ്പിച്ചിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ സമയത്തിന് കറക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർ ഒക്കെ കൊടുക്കും. അപ്പോൾ ഒരു സ്റ്റാർ ബോർഡൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ചില 3 മക്കളും വലിയ ഡിഫറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ 3 ആളുകളും ഒരുമിച്ച് ഒരു കോമ്പറ്റീഷൻ പോലെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ സ്റ്റാർ ബോർഡ് എടുക്കുമ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ആ സ്റ്റാർ കിട്ടും എന്നുള്ളതിൽ ഇവർ പിന്നെ എഴുന്നേൽക്കാൻ തുടങ്ങും. അപ്പൊ കൂടുതൽ സ്റ്റാർ കിട്ടിയ ആൾക്ക് പ്രൈസ് ഒക്കെ കൊടുക്കും. ഒരു മന്ത്ലി ഞാൻ സ്റ്റാർ കൗണ്ട് ചെയ്യും, അപ്പൊ പ്രൈസ് ഒക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഈ മാം പറഞ്ഞ പോലെ കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ ചിലപ്പോൾ കുറച്ച് പതിയെ അവർ ആ ഒരു ഹാബിറ്റിലോട്ട് വരും. ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ അവര് വലിയ കുട്ടികളായി, ഇപ്പൊ 13, 18 വയസ്സുകളൊക്കെ എത്തി. അപ്പൊ വെച്ചാൽ ഇവരിപ്പം നൈറ്റ് തന്നെ ഇവരുടെ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ രാത്രിയിൽ തന്നെ ഇവർ എടുത്തേക്കാൻ തുടങ്ങി. കാരണം ഞാൻ ഇത് രാവിലെ എനിക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്തു കൊടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ രാത്രിയിൽ തന്നെ ഒക്കെ ഞാൻ തന്നെ എടുത്തു വെക്കാറായിരുന്നു ആ സമയത്ത്. പിന്നെ ഇപ്പൊ ഇവരെന്നെ രാത്രി ഇതൊക്കെ റെഡിയാക്കി ബാഗ് അവിടെ സെറ്റ് ചെയ്തിട്ട് ടേബിളിൽ വെക്കും. അപ്പോൾ രാവിലെ പിന്നെ ഇവർക്ക് ചായ കുടിച്ച് ആ ബാഗ് എടുത്ത് പോകാനുള്ള ജോലിയെ കുളിക്കുക. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ കറക്റ്റ് ടൈം കൊടുത്തു. ഇപ്പോൾ എന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഇപ്പൊ അവർ കുറച്ച് വലുതാവുമ്പോൾ കുറച്ചൊരു ആ ബോധമൊക്കെ കുറച്ച് പോകും. കാരണം അതൊക്കെ ഒരു കുറച്ചൊരു മൈൻഡിൽ നിന്ന് പോകും, പേടിയൊക്കെ കുറച്ച് മാറുമല്ലോ. അപ്പൊ ഇവർക്ക് ഞാൻ എന്ത് ചെയ്തിട്ടാൽ ഫോണിൽ അലാറം വെച്ചാൽ അപ്പൊ ആ ഒരു 7:10 രാവിലെ കിച്ചണിലെത്തണം. ആ കിച്ചണിലെത്തുക, അപ്പൊ അലാറം അടിക്കുമ്പോൾ ആരൊക്കെ എത്തി എന്നുള്ളതാണ് അവിടെ നോക്കുക. പിന്നെ 7:20 വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ അതിന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു ഫോണിൽ ഒരു അലാറം സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അലാറം സെറ്റ് ചെയ്യും ആ ഒരു ടൈമിൽ അവർക്കൊരു ബോധം വരുമല്ലോ, ഒരു സൗണ്ട് വരുമ്പോൾ ഒരു ബോധം വരും. അങ്ങനെ കുറച്ച് ടിപ്സ് ഒക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതാണ് കാര്യം. പിന്നെ ചെറിയ രീതിയിലൊക്കെ ഡിഫിക്കൽട്ടീസ് നമുക്ക് ഉണ്ടാകും എന്തായാലും. ചില എല്ലാ സമയം ഒരുപോലെ ആയിരിക്കില്ല. നമ്മൾക്കും ചിലപ്പം നമ്മളെ മൂഡ്സിങ് നമ്മൾ ആ ഒരു ടൈമിലൊക്കെ ചിലപ്പോൾ നമ്മളും കുറച്ച് വൈബ്രേറ്റ് ആവും. അപ്പൊ എന്തായാലും മാക്സിമം നമ്മൾ അതിനൊക്കെ ഇൻകവർ ചെയ്യാൻ നോക്കുക. പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അവർ അത്രയും ആശിച്ചവരായിരിക്കും അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻസ് എന്നുള്ളത്. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. പക്ഷെ അവരെയും കൂടെ കെയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളുടെ അടുത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുക. അവരൊരിക്കലും നമുക്ക് മാറ്റാൻ കഴിയൂല. നമ്മൾ കുട്ടികളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് മെച്ചൂർഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അവരെ ഇനി മോൾഡ് ചെയ്യാന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. മാം പറഞ്ഞപ്പോൾ ഓർത്തെടുത്തു.
ബാലൻസ് ചെയ്ത് പോണം. അതാണ് ലൈഫ്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. നമ്മൾ ഓക്കെ. കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില വീടുകളിലൊക്കെ ഉണ്ട് കുറേ രാത്രിയൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ കിടന്ന് ഉറങ്ങണതേ. 12 മണിയാവുമ്പോഴൊക്കെ കിടന്ന് ഉറങ്ങും. അപ്പൊ മക്കളും ആ സമയത്തായിരിക്കും കിടക്കുക. അപ്പൊ അവരുടെ ഉറക്കമൊന്നും ശരിയാവൂല. അപ്പൊ നമ്മൾ പാരന്റ്സും അതൊക്കെ രാത്രിയിലെയും കുട്ടീനൊക്കെ ശ്രദ്ധിക്കണം. രാത്രി ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികളെ ഇനി ഉറങ്ങിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ കിടക്കാൻ തന്നെ പറയാം. പിന്നെ വേറൊരു ആക്ടിവിറ്റിക്ക് വരാം. അപ്പൊ ഓട്ടോമാറ്റിക് അവർക്ക് ഉറക്കം വരും. ഞാനിവിടെ ഒരു 10 മണിയാണ് മാക്സിമം ടൈം കൊടുത്തത്. അതിന്റെ അപ്പുറം പിന്നെ ഇവര് നടക്കരുത്. ഈ 10 മണി കഴിഞ്ഞാൽ ഒരാളെ ഇനി പുറത്ത് കാണരുത്. അപ്പൊ ഇവര് പിന്നെ അപ്പൊ ഇപ്പം അങ്ങനെ ആയി. ആ ഒരു ടൈം ആകുമ്പോൾ ഉറക്കം വരാൻ തുടങ്ങി. ചില ദിവസങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിന് പക്ഷെ നേരത്തെ ഉറങ്ങിയാൽ അവർക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരെയും നമ്മളാണെങ്കിൽ ഉറക്കം ഒഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ അവർക്കും ആ ഒരു ഫീലിംഗ് വരും. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഓക്കെ ബോബി മാം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ സമയവും ഞാൻ ഇവര് കുഞ്ഞായിരുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു. ഓരോ ദിവസം ഓരോ തീരുമാനങ്ങൾ എടുക്കും കേട്ടോ. എന്നിട്ട് അത് എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് നടത്തിക്കൊണ്ട്, അതായത് കൺസിസ്റ്റൻസി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അതായത് കറക്റ്റ് ടൈമിൽ എഴുന്നേക്കാം, ഇവരെ എഴുന്നേക്കുന്നതിന് മുമ്പ് എല്ലാ ജോലിയും ചെയ്ത് തീർത്ത് വെക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ കുറേ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് നമ്മൾ ലേറ്റ് ആയിട്ട് കിടന്നു, അല്ലെങ്കിൽ നമുക്ക് കുറെ വർക്ക് ഉണ്ടായിരുന്നു, അപ്പൊ ഒക്കെ നമ്മൾ ഫെയിലായി പോകും അതിലൊക്കെ. എങ്കിലും ഉണ്ടല്ലോ മാം പറഞ്ഞ പോലെ മദർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഹൈ പൊസിഷൻ ആണ് അല്ലെ, ഒരു നോബിൾ പൊസിഷൻ ആണ്. അവിടെ നമ്മൾ നമ്മുടെ മക്കൾക്കുള്ള കുറവുകൾ നമ്മൾ വളരെ കാമായിട്ട് അല്ലെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കുള്ള കുറവുകൾ മാക്സിമം നമ്മൾ തിരുത്തുക എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ തിരിച്ചറിഞ്ഞ് പതുക്കെ പതുക്കെ മാറ്റി റെഡിയായി വരിക എന്നുള്ളത് ഭയങ്കര ശരിക്കും ഒരു ഗോഡ്സ് ഗ്രേസ് തന്നെയാണ്. അതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോ ചന്ദ്രമാൻ പറഞ്ഞപ്പോ ഓർക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിൽ ഒരു ഇത്തായിരുന്നേ, നബീസ എന്നാ പേര്, എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാ. അപ്പൊ ആള് അവിടെ ഒരു മരുമോളും എന്റെ പ്രായം തന്നെയുള്ളതാ. അപ്പൊ അവിടെ ആ നബീസാത്തെ ആണെങ്കിൽ കുറെ നേരത്തെ എഴുന്നേക്കും. എന്റെ അമ്മച്ചിയുടെ പ്രായമുണ്ട്. എന്നിട്ട് നബീസാത്തയാണ് എല്ലാം ചെയ്യുന്നത്. അതായത് മരുമോൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് വേണ്ട ഫുഡ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് 8 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കും. 8:30 അവർക്ക് പോണം. അപ്പൊ ഞാനാണ് ഇവിടെ, എനിക്ക് മദറിലൊക്കെ നേരത്തെ മരിച്ചു. ഇവര് 3 കുട്ടികളുമാണ്. അപ്പൊ ഞാനിങ്ങനെ സ്ട്രഗിൾ ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എൻജോയ് ചെയ്യും. എന്ന് വെച്ചാൽ കുട്ടികൾ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പം നബീസാത്ത എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഏത് സിറ്റുവേഷനിലാണേലും, ഇപ്പൊ അവിടെ മദറിലോ ആണ് കഷ്ടപ്പെടുന്നത്. അവര് കുഞ്ഞിലെ ജോലിക്ക് പോകുന്ന സമയത്ത് മക്കളെ നോക്കി, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, വെളുപ്പിനെ എഴുന്നേക്കുക, കാര്യങ്ങൾ ചെയ്യുക ഒക്കെ. അതുകൊണ്ട് അവരത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ മരുമോളെ കൂടെ വിളിച്ചുണർത്തി ഈ മക്കളെ നോക്കുക എന്ന് ഏൽപ്പിക്കുന്ന കാര്യവും കൂടെ നബീസാത്തയുടെ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ ഓരോ ഫാമിലിയിലും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുക, അതെ, നമ്മള് ഏത് സിറ്റുവേഷനിലാണേലും നമുക്ക് മദർ എന്ന് പറയുന്ന റോൾ ഒരു ഭയങ്കര വലുതാ. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്ന, ചന്ദ്രമ്മ പറഞ്ഞ പോലെ നമ്മൾ ഗ്രാൻഡ് മദർ ആകുമ്പോഴും അത് തന്നെ, ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആകുമ്പോഴും നമ്മുടെ റോൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കാമായിരിക്കുക, അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ. എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഏത് ഏജിലും നമ്മൾ നല്ല കാമായിരിക്കുക. നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് ഒത്തിരി പ്രോബ്ലംസും ടെൻഷൻസും മൂഡ് സ്വിങ്സും ഒക്കെ വരും. പക്ഷെ ഏത് സിറ്റുവേഷനിലും നമ്മൾ കാമാവുക, നമ്മുടെ കൂടെയുള്ളവരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വളരെ ആ ഒരു മരുമോളൊക്കെ ഭയങ്കര ഭാഗ്യം തന്നെ കേട്ടോ. കാരണം വെച്ചാല് എങ്ങനെയായാലും ഒരുപാട് റെസ്പോൺസിബിൾ അല്ല. നമ്മള് കുട്ടികളുണ്ടായാലും ഉറക്കൊഴിയണം, കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ഒരു മദറിൻലോ, പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരുപാട് കാലം മുന്നേ അങ്ങനെ ആ ഒരു ടൈമിന് കാര്യങ്ങൾ ചെയ്ത് ഹാബിറ്റ് ആയതുകൊണ്ട് അത് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അവർക്ക് പ്രശ്നമാവും. അതാണ് സംഭവം. അപ്പൊ അവരങ്ങനെ ചെയ്തിട്ട് അവർക്കത് ഒരു ആക്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന എത്ര ഏജ് ആണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോഴും ഒരു ഹെൽത്തി
ഫീലിംഗ് ഉണ്ടാവുക. ഞാൻ കണ്ടതിൽ വെച്ച് പറയാണ്. ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആണ് ഒരു സമയമാണെങ്കിൽ പോലും ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന അവരുടെ മൈൻഡും ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ ഹെൽത്ത് കുറച്ചും കൂടെ ഇങ്ങനെ വെറുതെ ചടഞ്ഞിക്കൂടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് വെറുതെ കുറെ ഇരുന്ന് പിന്നെ വെറുതെ കുറെ കിടന്ന്, അത് അവരെക്കാൾ ഉപരി കുറച്ചും കൂടെ ഇവര് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യാസമുള്ള ഒരാൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ബോബി മാം പറഞ്ഞ നബിസാത്ത് അവർക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവർ കുറച്ച് ആക്റ്റീവാ, മറ്റുള്ളവരെയും കൂടെ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ എന്ത് അപ്ഡേറ്റ് ആയ കാര്യങ്ങളും അവർക്ക് അറിയുന്നുണ്ടാവും. ഇതൊന്നും അറിയൂല, വെറുതെ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പറയാന്നല്ലാണ്ട് ഇപ്പൊ പുതിയ അപ്ഡേറ്റ് ആയ കാര്യങ്ങൾ പുതിയ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ അവർക്ക് ഉണ്ടാവും. ഏതായാലും നല്ല സന്തോഷം. പലരും ഓക്കെ. ലൈഫിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുക. കാരണം അവര് ആ സമയത്ത് നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഒരു ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അവര് അവരുടെ ലൈഫിൽ അത് ഇപ്പൊ ചന്ദ്ര മാം പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്, മാമിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇനി അവര് ഉം, അതുപോലെ ചെയ്യും എന്ന് പറയുമ്പോ ഈ റോള് ഏറ്റെടുക്കും എന്ന് പറയുമ്പോഴേ അത് ചിലര് തിരിച്ചായിരിക്കും ചെയ്യണ്ടാവുക. എനിക്കന്ന് ആരും ഉണ്ടായിരുന്നില്ല, അപ്പൊ കുറച്ചൊന്ന് നല്ല സുഖിച്ച് കിടക്കണ്ട ഉറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലരും ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോ അറിയുണ്ടാവുക. അപ്പോ ശരിക്കും അങ്ങനെയുള്ളവരോട് വെച്ചാൽ നമ്മളുടെ ആ പാരന്റ്സിന്റെ റോള് നമ്മൾ ചെയ്യുമ്പോൾ അതെങ്കിലും ഒന്ന് അനുവദിക്കുക. അതായത് ഈ ജോയിന്റ് ഫാമിലിയിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെ, മക്കളെ കാര്യങ്ങളിൽ പലപ്പോഴും ചില വീടുകളിൽ ആ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവും. ഈ ഒരു കാര്യത്തിലല്ല, പല കാര്യങ്ങളിലും നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കും, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും അത് ചെയ്തോട്ടെ എന്നുള്ളത്. അത് അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് അത് ശരിക്കും ഒഴിവാക്കേണ്ട, ആ കുട്ടികളുടെ എല്ലാവിധ ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമാവും എന്നുള്ളത്. താങ്ക് യു മാം, ബോബി മാം ആൻഡ് ചന്ദ്ര മാം, നല്ല പോയിന്റ്സാ പറഞ്ഞത്. പിന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചാൽ അവർ പെട്ടെന്ന് അനുസരിച്ചോളൊന്നുമില്ല. നമ്മൾ ഒരുപാട് തവണ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ അത് അവരെ മൈൻഡിലോട്ട് കയറൂ. ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും, ഇപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞു അതേ സംഭവം നാളെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു, അങ്ങനെ എത്രയോ ദിവസം റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ അവരവരുടെ മൈൻഡിലോട്ട് അത് കയറുള്ളൂ. അപ്പൊ നമ്മള് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ കുറ്റപ്പെടുത്താൻ എന്നുള്ളത്. അപ്പം അവരെന്ത് ചെയ്യുക, അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുക. മാം, ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാം. ഞാൻ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ലീഗൽ മൈൻഡ് സെറ്റ് കയറി വരും. അപ്പൊ ഞാനിപ്പോ കാണുന്നത് ഇപ്പൊ ഇന്നത്തെ ന്യൂ ജനറേഷനിൽ ഒരു ചെറിയ ഇഷ്യൂ മതി ഫാമിലി സ്പ്ലിറ്റ് ആയി പോകുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മാതിരി ഇഷ്യൂസ്. ബിക്കോസ് ഞാൻ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഇപ്പോ കോടതിയിലെ തിരക്ക് ഫാമിലി കോർട്ടാണ്. അപ്പോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ഫാമിലിയിൽ അഡ്ജസ്റ്റ് ചെയ്തും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല കുട്ടികളായിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ലൈഫ് സ്ട്രഗിളാണ്. ഈ സ്ട്രഗിളുടെ ഇടയിൽ നമ്മൾ ഈ മാതിരി ഇഷ്യൂസും വരുമ്പോൾ വളരെ ഡിഫിക്കൾട്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും സഫർ ചെയ്യുന്നത് കുട്ടികളാണ്. സോ ജസ്റ്റ് ആ ഒരു തോട്ട് പ്രോസസ്സും എൻ്റെ മൈൻഡിൽ കയറി വന്നത് കൊണ്ട് എനിക്ക് ഫീൽ ആയ ഒരു കാര്യമാണ്, നമ്മൾ ഈച്ച് റോൾ റെസ്പോൺസിബിൾ ആയിട്ടും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും, ദോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ഈസി ടു സ്പീക്ക് ബട്ട് ഡിഫിക്കൾട്ട് ടു ഫോളോ. സോ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തു. താങ്ക് യു ഓൾ ഹു കുഡ് ഫീൽ വാട്ട് ഐ ട്രൈ ടു സേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹലോ, താങ്ക് യു വത്സല. പവർഫുൾ മദേഴ്സ് രാവിലെ തന്നെ. പിന്നെ ഇവരിപ്പോ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചത്, പണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു രാവിലെ എണീക്കുകയും എല്ലാം ഒരു എക്സ്ട്രാ പവർഫുൾ ആണ് അവര്, ആരോഗ്യം കൊണ്ടായാലും എല്ലാം കൊണ്ടും. പക്ഷെ അതേപോലെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ എണീക്കാൻ മടി. ഇന്നത്തെ പറഞ്ഞാൽ ഞാൻ വിചാരിക്കുമ്പോ എന്റെ പോലെയുള്ള ഒരു മദേഴ്സ് ഒക്കെ ആകുമ്പോ ഇപ്പൊ മദേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പണ്ടത്തെ പോലെ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോ രാവിലെ എഴുന്നേൽക്കാൻ വൈകും, എല്ലാ കാര്യങ്ങളിലും പണ്ടത്തെ ആൾക്കാരെ പോലെ ക്ഷമ ഉണ്ടാവില്ല, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും പണ്ടത്തെ ആൾക്കാര്, പണ്ടുള്ള മദേഴ്സ്, അവര് ചെയ്തതും അനുഭവിച്ചതായ സ്ട്രഗിളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്തോണ്ടിരുന്നേ, പിന്നെ ഇവക്കെന്താ ഇത്ര പ്രത്യേകത, ഇവള് ചെയ്യട്ടെ, അപ്പൊ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന മദേഴ്സ് ഇപ്പൊ അധികമാണെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അമ്മായിമ്മമാര് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ അധികം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കൊരു കൗൺസിലിംഗ് കേസ് വന്നൊരു അനുഭവം ഇങ്ങനെ പറയാന്ന് വിചാരിച്ചേ. 22 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ്.
അപ്പൊ അവൾക്ക് ഒരു ചെറിയ മോനുണ്ട്. അപ്പൊ എന്നോട് എപ്പോഴും ഇങ്ങനെ പറയും, ഒരു ലൈഫ് ഒരു സമാധാനം ഇല്ല, എനിക്കൊരു സമാധാനം ഇല്ല, എനിക്ക് എന്റെ മോനെ നന്നായിട്ട് നോക്കാൻ പറ്റില്ല. കാരണം മനസ്സ് ക്ലിയർ അല്ല. കാരണം അമ്മായിയമ്മ രാവിലെ ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോഴൊക്കെ നേരം വൈകുള്ളൂ, എണീക്കാൻ നേരം വൈകി അന്നത്തെ കാര്യം പോക്കാന്ന് പറയും. രാവിലെ എണീറ്റില്ല, ഗ്യാസിൽ ചായ വെക്കാൻ പറ്റില്ല, അടുപ്പ് തീ കത്തിച്ച് വെക്കണം, കത്തിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ കാര്യം പോക്കാം. പിന്നെ ഫോൺ വിളി, അവരോട് പറയുന്നു ഇവരോട് പറയുന്നു, മൊത്തം അവര് പറയും. അപ്പൊ നമ്മുടെ മക്കളെ തന്നെ മറക്കും. പിന്നെ നമ്മളെ തന്നെ മറന്ന് നമുക്ക് ദേഷ്യമാകും, അവരോട് പെരുമാറുന്നത് ദേഷ്യം, ഭയങ്കര പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ. പിന്നെ പണ്ടത്തെ പോലെയല്ല, പണ്ടുള്ള ആൾക്കാര് മരുമക്കളൊക്കെ കുറെ മിണ്ടാണ്ട് നിൽക്കും, കുറെ ഇരുന്ന് കരയും, ഒക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും അമ്മായിമ്മമാരെയൊക്കെ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോ പെട്ടെന്ന് മറുപടി പറയും. അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് മറുപടി കൊടുക്കും. അപ്പൊ ഈ കുട്ടി ഏകദേശം അങ്ങനെയായിരുന്നു, മറുപടി പെട്ടെന്ന് കൊടുക്കും. എനിക്ക് ഇങ്ങനെ വയ്യാത്തോണ്ടല്ലേ കിടന്നെ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ എന്താ, അങ്ങനത്തെ രീതിയിൽ നന്നായിട്ടാട്ടോ ഈ കുട്ടി പറയും. ഈ കുട്ടീന്റെ സംസാരം കേട്ട ആ കുട്ടീന്റെ ഭാഗത്ത് തെറ്റില്ല, അവള് നന്നായിട്ട് വിവരിച്ച് അമ്മായിയമ്മക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോലൊക്കെ ഇരുന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവള് എന്നോട് പറയും, ഞാൻ പറയും അത് okay ആണ്, നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ശരിയാണ്, പക്ഷെ അവരങ്ങനെയാണ്, നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. അപ്പൊ അവര് പറയുന്നത് എന്താ ചെയ്യണ്ടേ, ആ ഭാഗം മുഴുവൻ അങ്ങനെ കേട്ടു ഞാൻ അനുസരിച്ചു എന്നുള്ള രീതിയിൽ അങ്ങ് പെരുമാറുക. അല്ലാണ്ട് അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അത് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോ കുറെ പതുക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും, അവര് തന്നെ മാറിക്കോളും. ഇപ്പൊ അവൾ എന്നോട് പറയും, ഇത്താത്ത പറഞ്ഞത് വളരെ ശരിയാണ്, ഇപ്പൊ കുറെ മാറ്റമുണ്ട്, ഞാൻ ചില സമയത്ത് വായിൽ വെള്ളമൊക്കെ ആക്കി മിണ്ടാണ്ടിരിക്കാറുണ്ട്, ക്ഷമിച്ചിരിക്കും. പിന്നെ അത് ദേഷ്യം ചിലപ്പോ ബാത്റൂമിലൊക്കെ പോയി ഇവള് എന്താ പറയാ, ബാത്റൂമിൽ പോയി പൈപ്പ് എല്ലാ ടാപ്പും തുറന്നു വെച്ചിട്ടൊക്കെ സൗണ്ട് ഉണ്ടാക്കി ഇവളുടെ പ്രഷർ മുഴുവൻ തീർക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ നല്ലതാണ്, നമ്മളിത് തീർക്കുക, നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തുക, നമ്മൾ തന്നെ നിയന്ത്രിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോ തന്നെ പൊതുവെ മാറും. അല്ലാണ്ട് അവരെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ, ക്ലാസ് എടുത്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പോയാല് നടക്കണ കാര്യമല്ല. അപ്പൊ ഇങ്ങനെ അവര് മാം ഒക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടപ്പോ എനിക്ക് ഇങ്ങനെ ഇത് മനസ്സിൽ വന്നു പറയാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇപ്പത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ മാരേജിന് തന്നെ കുട്ടികൾ തയ്യാറല്ല. അപ്പൊ നമ്മളൊക്കെ ഒരു 18-19 മാരേജ് ആണെങ്കിൽ ഇപ്പൊ അധികം 20-23-24 പെൺകുട്ടികളുടെ കല്യാണം നടന്നുകൊണ്ടിരിക്കണതല്ലോ. അപ്പൊ കുട്ടികൾ കുറച്ചും കൂടി മെച്ചേർഡ് ആണ്, കുറച്ചും കൂടി ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അപ്പോഴും ഈ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാർക്ക് മാറ്റില്ലല്ലോ, അവര് അപ്ഡേറ്റ് ആയിട്ടില്ലല്ലോ. അതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പ്രശ്നം അതാണ്. പിന്നെ ന്യൂസുകളിലൊക്കെ അധികം ഇപ്പൊ ഇത് തന്നെയാണല്ലോ കേൾക്കുന്നത്, അമ്മായിയമ്മമാരും ഭർത്താവിന്റെ വീട്ടുകാരും ചെയ്ത കഥകള്. അപ്പൊ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ തന്നെ പിന്മാറുകയാണ് എല്ലാ കാര്യത്തിനും. പിന്നെ വെറുതെ എന്തിനാ അവിടെ പോയി കഷ്ടപ്പെടുന്നത്, നമുക്ക് ജോലി ചെയ്ത് നമുക്ക് ജീവിച്ചാ പോരെ എന്നുള്ള ചിന്ത വരും. ഹലോ, ഹലോ മാം പറഞ്ഞു. ഓക്കെ. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ന്യൂസുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവര് ലൈഫ് പഠിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാല് നമ്മുടെ ഒന്നോ രണ്ടോ അപ്പുറമുള്ള വീട്ടിലെ കഥകളെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ലോകത്തെ കഥകളൊന്നും നമ്മളടുത്ത് അത്ര വേഗം കിട്ടൂല. പിന്നെ നമ്മൾ പത്രം വായിച്ചിട്ട് കിട്ടുന്ന നോളജ്. ഇപ്പൊ അതല്ലല്ലോ, എല്ലാം നമ്മൾ അറിയുന്നില്ലേ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അവര് ജീവിതം പഠിച്ചു വരുന്നത്. അതായിരിക്കാം ഇഷ്യൂസ് കൂടുന്നതിന് ഒരു റീസൺ തോന്നുന്നു. ഓക്കെ, അപ്പം സജന മാം, ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാനൊരു ഏർലി മോർണിംഗ് പേഴ്സൺ ആണ്. എൻ്റെ ചെറുപ്പം മുതലേ നമുക്ക് മദ്രസ പോകാനുള്ളത് കാരണം നേരത്തെ എണീക്കണം, സുബഹിക്ക് തന്നെ എണീക്കണം. എണീക്കണം എന്ന് മാത്രമല്ല, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കും. അങ്ങനെ വളർന്നതാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് യങ് ഏജ് ആണ്, കുറച്ചൊരു ആണഹന്തൊക്കെ ഉള്ള ഒരു സമയമാണ്. ഇതൊന്നും എൻ്റെ ഡ്യൂട്ടി അല്ല എന്നായിരുന്നു അന്നത്തേക്ക് ഒരു തോന്നല്. അപ്പൊ ആദ്യത്തെ മോനുണ്ടായ സമയത്ത് ഞാൻ വൈഫിന്റെ അടുത്ത് പറയും, ഞാൻ അതൊന്നും ചെയ്യില്ല. ഞാൻ നേരത്തെ എണീച്ചിട്ട് ഞാൻ വൈഫിനെ എണീപ്പിക്കും. എണീക്ക് മക്കൾക്ക് പോകാനായി, മോന് മാത്രമേ ഉള്ളൂ അന്ന്. മോന് പോവാനായി. അവള് പറയും കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. ഇല്ല പറ്റില്ല പറഞ്ഞ് എണീപ്പിക്കും. പക്ഷെ ഞാനൊന്നും ചെയ്യൂല. ഞാനിങ്ങനെ സുജായി ആയിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുകയുള്ളൂ, ചായ പോരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പക്ഷെ അത് അങ്ങനെ കുറെ കാലം പോയപ്പോ എനിക്ക് മനസ്സിലായത് പ്രശ്നമാണ്. അപ്പം രണ്ടാമത്തെ മോളായ സമയത്ത് ഞാൻ പഠിച്ചു കാര്യങ്ങളൊക്കെ. ഡയപ്പർ യൂസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും മക്കളെ ഡ്രസ്സ് ചെയ്യിക്കാനും. അപ്പം പിന്നെ ബാലൻസ് ആയി തുടങ്ങി. ചില ദിവസം വൈഫ് എണീക്കില്ല, അപ്പൊ ഞാൻ തന്നെ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്കൂളിൽ വിടും. രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാനിപ്പം വൈഫ് അവര് നാട്ടിലാണ്,
അപ്പം വൈഫിന്റെ ഈ പറഞ്ഞ പ്രധാന പരാതി തന്നെയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, നേരത്തെ എണീക്കണം, നിങ്ങൾ അവിടെ പോയി കിടക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് മൂപ്പരുടെ പരാതി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പൊ നേരത്തെ ചന്ദ്രാമൻ പറഞ്ഞ ഒരു പോയിന്റ്, ഈ ജോയിന്റ് ഫാമിലി ആകുമ്പോൾ ചില കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ആരും ചോദിക്കാനൊന്നും ഇല്ലല്ലോ. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ, നമ്മളെ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാം. ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും എന്തെങ്കിലും കൊടുത്തു വിടാം, തലേന്നത്തതോ അല്ലെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. പക്ഷേ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമ്മ പറയും, അതെന്താ അങ്ങനെ, എന്താ ഫുഡ് ഉണ്ടാക്കാത്തത്, മക്കൾക്ക് ഇതാണോ കൊടുത്തു വിടുന്നത്, അവരിതാണോ കഴിക്കുന്നതെന്നൊക്കെ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മളെ എക്സ്പെക്ടേഷൻ വേറെയാണ്, അവർ വളർന്ന സാഹചര്യവും വേറെ തന്നെയാണ്. അപ്പം ചിലതൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. എനിക്ക് ചുമയുണ്ട്, സോറി. മാക്സിമം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല്, ഈ ഹസ്ബൻഡും കൂടെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് താമസിക്കുന്നവരാണെങ്കിൽ, എപ്പോഴല്ല ഈ പീരിയഡ്സിന്റെ ഒക്കെ സമയത്ത് ചിലപ്പോൾ ലേഡീസ് അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് അതൊക്കെ. ആദ്യം ആ ഒരു 3 ദിവസം 4 ദിവസങ്ങളിലൊക്കെ ആ സമയത്തൊക്കെ ഇപ്പൊ നമ്മൾക്ക് ഒരാള് ചെറിയൊരു ഹെൽപ്പ് ചെയ്താൽ തന്നെ നമുക്ക് വലിയൊരു സംഭവമാണ്. പക്ഷെ അത്ര മതി. അതുപോലെ ആളില്ലാത്ത സമയത്തൊക്കെ നമ്മള് അത്രയും സ്ട്രഗിൾ ചെയ്യും. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ആ സമയത്ത് സാറൊക്കെ പറഞ്ഞു, ഇപ്പൊ ചില ദിവസം എഴുന്നേൽക്കാൻ പറ്റില്ല, അപ്പൊ സാറിന് എഴുന്നേറ്റ് വന്നാൽ ചായ ഇട്ടെന്നൊക്കെ പറഞ്ഞാല് ആ ലേഡിക്ക് അത്രയും ഹാപ്പി ആയ ഒരു കാര്യം വേറെ ഉണ്ടാവില്ല. കാരണം ഇപ്പൊ എനിക്കൊക്കെ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്, നടക്കാനൊക്കെ അങ്ങനത്തെ സമയത്തൊക്കെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടാന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ഒരു വർഷത്തിനാരും ഒന്നും ചെയ്തില്ലെങ്കിലും അത്രയും ഹാപ്പി ആയിരിക്കും. ഒരു മിനിറ്റ്, സാറിന്റെ വൈഫും കുട്ടികളൊക്കെ നാട്ടിലല്ലേ? അതെ, ഇപ്പൊ നാട്ടിലാണ്. മക്കളൊക്കെ നാട്ടിലെ സ്കൂളിലാണ്. എനിക്ക് തോന്നുന്നതേ, സാറ് രാവിലെ കൃത്യമായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് ശീലിക്കാറുണ്ട്. സാറിങ്ങനെ മുങ്ങിയതാണ് പുറത്തേക്ക്. ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് കുറച്ചു കാലം അങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ നടക്കാനൊരു അതൊരു വേറെ സന്തോഷമാണല്ലോ. അത് ശരിയാ, അത് പ്രത്യേക ഒരു വൈബാണ്. അല്ല സാറേ? ആ സന്തോഷം ഞങ്ങളും കൂടി ഒന്ന് ആഗ്രഹിച്ചാലോ, എങ്ങനെ ഉണ്ടാവും? എന്റെ വൈഫ് പറയും ഇടയ്ക്ക് ഇങ്ങനെ, എനിക്കൊരു ടൂറ് പോകണം, ഒറ്റക്ക് മക്കളൊന്നും കൊണ്ടുപോകാതെ ഒറ്റക്ക് പോകണം. ഞാൻ പറഞ്ഞു പോയിക്കോ എന്ന് പറയും. ഇടയ്ക്കൊക്കെ പോവും ചെയ്തിട്ടാളെ, ഗ്രാൻഡ് അവരെ അടുത്ത മക്കളാക്കിയിട്ട്. അതൊക്കെ വേണം. അതെ, വേണം ശരിക്കും. എന്റെ സിസ്റ്റർ ഉണ്ടല്ലോ, ആള് ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ റൌഫ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആളിപ്പോ സൗത്ത് ആഫ്രിക്കയിൽ പോയിക്കണ കമ്പനി ഒരു പ്രൊജക്ടിന്റേതായിട്ട് കൊണ്ടുപോയിക്കണേ. അപ്പൊ രണ്ട് കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ഒരാള് UKG-ലും ഒരാള് 5th-ലും പഠിക്കണേ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമായിരുന്നു. ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോ മക്കളെ 6 മാസത്തിന് പോയിക്കണത്, ഇപ്പൊ ജനുവരിയിൽ വരും. മക്കളെ കാണുന്നില്ല, ഒറ്റയ്ക്കാണ്, ഹസ്ബൻഡ് നാട്ടിലല്ല. അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു, ഭയങ്കരമായിട്ട് മിസ് ചെയ്യൂല, മക്കളും വിഷമിക്കും അവളും വിഷമിക്കും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. പക്ഷെ ഫുൾ ഓപ്പോസിറ്റ് ആണ്. അവൾ അവിടെ അടിച്ചു പൊളിച്ചടക്കുന്നത്. അവള് ഫുൾ എക്സ്പ്ലോർ ചെയ്ത ഒരു 6 month ഹസ്ബൻഡും ഇല്ല, മക്കളും ഇല്ല, ആരും ഇല്ല, അടിച്ചു പൊളിച്ചടക്കുന്നത്. ആ മുഖത്ത് നല്ല അസൂയ കാണുന്നുണ്ടല്ലോ. അസൂയൊന്നുമില്ല, സിസ്റ്റർ അല്ലേ, എന്നാലും അങ്ങനൊക്കെ കിട്ടിയിരുന്നെങ്കിലും അതൊക്കെ ചിന്തിക്കും. അതെ അതെ, ഇപ്പൊ റൗസാർ ചിന്തിച്ച പോലെ നമ്മൾ ഒറ്റക്കണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് ഒക്കെ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിലാണ് എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? അതെ അതെ, ഇനിയൊരു സബ്ജക്ട് നമുക്ക് വേണം ഇതുപോലെ തന്നെ, മോർണിംഗ് ഫാദർ. അതെ അതൊരു അതെ അതെ, തീർച്ചയായിട്ടും വേണം. ഞാൻ ഒറ്റക്ക് എന്ന് പറഞ്ഞില്ലേ, അത് ഒരുപാട് കാലം ഒന്നും ആയിട്ടില്ല. ഞങ്ങള് 18 years ആയി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതിലൊരു
16.5 yearsഉം ഒരുമിച്ച് തന്നെയായിരുന്നു. ബാക്കി 1.5 വർഷമായേ ഉള്ളൂ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നേരത്തെ തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. അതെ വൈൻഡപ്പ് ചെയ്യാലോ നമുക്ക്. അതെ ശരി. ഓക്കെ, താങ്ക് യു ടു ആൾ. ഓക്കെ, താങ്ക് യു all for your great information and support. Okay, thank you all.